ഒരു 4 മണിയായേ. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും കഴിക്കാൻ. കൊച്ചൊക്കെ എഴുന്നേൽക്കുമ്പോഴേ ഇന്നവനെ ഇന്ന് പഠിക്കാനൊന്നും വിട്ടില്ല. പുള്ളിക്ക് ഇന്നലെ മുതൽ നല്ല പനിയെന്ന് പറയാനായിട്ടില്ല, ഭയങ്കര തൊണ്ടവേദനയും ചുമയൊക്കെയാണ് കൊച്ചിന്. അപ്പം ഞാൻ ഇന്നലെ വിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് അവന് വയ്യങ്ങ് ചുമച്ചൊരു വല്ലാത്തൊരിത്. അപ്പം ഞാൻ വിട്ടില്ല. അവിടെയും പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വരുമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് വിട്ടില്ല. ആൾ നല്ല ഉറക്കമാണ്. അപ്പയുടെ കൂടെ കിടന്ന് നല്ല ഉറക്കമാണ്. പശു അപ്പയുടെ കൂടെ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഓർത്ത് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പം വെള്ളം ഞാൻ ഓസൊക്കെ മുകളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ടാങ്കിൽ പിടിക്കാനായിട്ട്. അതാകുമ്പോൾ മോട്ടർ അടിക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് വെള്ളം നല്ല പവറിലാണ് വരുന്നത്. നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വരുമല്ലോ, നല്ല വെള്ളം. അല്ലാതെ നമ്മൾ ഈ മോട്ടർ അടിക്കുന്നതിന് കുറച്ച് കട്ടി ഉണ്ടാവും ആ വെള്ളത്തിന്. ഇത് നല്ല വെള്ളം പിടിച്ചങ്ങിടും മുകളിൽ. അപ്പം നമുക്ക് മോട്ടർ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ പശു ഈ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര, ഈ റോഡിൽ കൂടെ പശുവൊക്കെയാണ് കേട്ടോ, ഭയങ്കര പശുക്കളാണ്. രാവിലെ അതുങ്ങൾ അങ്ങോട്ട് പോവും, തിരിച്ച് ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങോട്ട് പോവും, പിന്നെ ഇനി രാത്രിയിലും ഉണ്ടാവും. അപ്പം പറഞ്ഞു വന്നത് എന്തായിരുന്നു, പശുക്കട കാര്യം. അപ്പം അതുങ്ങളിങ്ങനെ പോവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓഫ് ചെയ്തത് മോട്ടർ നിറഞ്ഞത്, ടാങ്ക് നിറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ടാങ്കാണ് മുകളിൽ, 2 ടാങ്ക്. ഒരു ടാങ്ക് മേളിലൊരു ഫാമിലി ഉണ്ട്, അവരുടെ ഒരെണ്ണം നമ്മുടെ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു ടാങ്ക് നിറഞ്ഞു. അപ്പോൾ അടുത്തതിലോട്ട് ഓസിട്ടിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്തോ പശുക്കളുടെ കാര്യമേ. പശുക്കളുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ പോലെ പുല്ലും കാടി വെള്ളവും അതൊന്നുമല്ല. അതുങ്ങളിങ്ങനെ പോകുമ്പം നമ്മുടെ ഈ വീട്ടിൽ എന്താ പറയുന്നത്, ബാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ബാക്കിയുള്ളത് അതൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് കൊടുക്കും കേട്ടോ. അതൊക്കെ അതുങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ അതുങ്ങൾ വന്നിങ്ങനെ വാതിലിൽ നിൽക്കുവേ, അവർ കൊടുക്കും. ഞാനിവിടെ വരുമ്പോൾ നമ്മളങ്ങനെ ചപ്പാത്തി ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അങ്ങനെ ഈ സമയമൊക്കെ ആകുമ്പോൾ അതുങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ തിരിച്ച് അതുങ്ങളുടെ വീട്ടിലോട്ടും ഒക്കെ ആയിട്ട് കറക്റ്റ് അറിയാം സ്ഥലം. ആളും വേണ്ട ആരും വേണ്ട കൂട്ടത്തിൽ നിന്ന്. അപ്പം അതുങ്ങളൊക്കെ പോയി. അപ്പം നമുക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അടുക്കളയിൽ വന്നു. ഇനിയിപ്പം പലഹാരമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈകുന്നേരം അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ 4 മണി പലഹാരം എന്താണെന്നറിയോ, എന്താ ഏത്തപ്പഴം, നേന്ത്രപ്പഴം, ഏത്തപ്പഴം. അപ്പം നന്നായിട്ട് പഴുത്ത് പോയേ. ഇത് ഇനിയും വെച്ചിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ 1-2 എണ്ണം ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും തൽക്കാലം ഈ 1 എണ്ണം എടുക്കുന്നുള്ളൂ. എല്ലാവരും കഴിക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടല്ല, വൈകുന്നേരം ചായക്ക് ഒത്തിരി വേണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ഏത്തപ്പഴമേ എടുക്കുന്നുള്ളൂ. ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ഏത്തപ്പഴത്തിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ അകത്ത് വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പണിയിലോട്ട് പോകാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കണ്ടേ, അപ്പം അതൊക്കെ ഇതാക്കി എടുക്കണം. ഞാനുണ്ടല്ലോ കുറച്ച് ജീരകവും ഏലക്കയും എല്ലാം കൂടെ, 2 ഏലക്കയും ജീരകവും എല്ലാം കൂടെ പൊടിക്കാനായിട്ട് ഇട്ട് വെച്ചേ. നമുക്കിതിലൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഏലക്കയും ജീരകവും ഒക്കെ പൊടിച്ച് വെച്ചു കേട്ടോ. ഞാൻ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഇച്ചിരി വെള്ളം പോലെ ആയിപ്പോയേ. പിന്നെ നമ്മുടെ ഞാൻ അരിപ്പൊടി വേണമെങ്കിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വറുത്ത് വെച്ചില്ലായിരുന്നു അരിപ്പൊടി. അപ്പോൾ വറുത്ത് വെച്ച് അതൊക്കെ തണുത്തിട്ടുണ്ട്.
അതിനായിട്ട് ഞാൻ ഒരു പഴം പുഴുങ്ങിയെടുത്തു. നമ്മുടെ ഏത്തപ്പഴം ഒരെണ്ണം പുഴുങ്ങിയെടുത്തു. നന്നായിട്ടങ്ങ് പഴുത്തതായിരുന്നേ. നന്നായിട്ട് ഞാൻ പുഴുങ്ങിയപ്പം വെന്ത് പോയി. നമുക്ക് ആദ്യം ഇതൊന്ന് ഇങ്ങനെ ഇടാം. അതിൻ്റെ ആ നടുക്കലത്തെ ആ കറുത്ത സാധനം എടുത്ത് കളയണമല്ലോ. ഈ സാധനം കണ്ടോ, ഇതെടുത്തങ്ങ് മാറ്റണേ. അതെടുത്ത് മാറ്റി ഇനി അടുത്തതും കൂടെ എടുത്ത് മാറ്റട്ടെ. ഞാൻ നിങ്ങളോട് പറയാം മാറ്റണേന്ന്. ഞാൻ മാറ്റി എന്നല്ല പറയുന്നത്, ഞാൻ നിങ്ങളോട് മാറ്റണേ എന്ന് പറയുന്നു. അതായത് നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ മാറ്റണേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ കുറേ വീഡിയോസിലിങ്ങനെ കണ്ടായിരുന്നു. പഴം എനിക്കിതൊക്കെ വലിയ എന്താ പറയുന്നത്, ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇതിനോടൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ചെടുത്തത്. അറിയില്ല ഇനി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കുമോ എന്നറിയില്ല. ഇതിനി ഒന്ന് ഉടച്ചെടുക്കാം. ഈ സംഭവം വെച്ച് നല്ലോണം ഉടച്ചെടുക്കാവേ. ഞാൻ ഈ ഏത്തപ്പഴം വെച്ച് എന്താ പറയുന്നത്, പായസം, നമ്മുടെ ഏത്തപ്പഴം പ്രഥമൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു തവണ. പക്ഷേ ഇവർക്കൊന്നും അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ആ ഒരു വട്ടം ഞാനൊരു ഓണത്തിന് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാനതൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ കണ്ടോ, അത് നന്നായിട്ട് ഉടഞ്ഞു വന്നു. പക്ഷേ അതിൻ്റെ നാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 3 നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഇടാവേ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കുഴച്ച് ഇത് സത്യം പറഞ്ഞാൽ തേങ്ങയും പഞ്ചസാര അല്ല, തേങ്ങയും ശർക്കരയൊന്നും അകത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നല്ല മധുരമാണ്. അപ്പം ഞാൻ ചെറിയ ബോളായിട്ടാണ് ഉരുട്ടിയത്. ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഉള്ളിൽ വെച്ചു. ചെറിയ ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ശർക്കര തേങ്ങയും കൂടെയുള്ള മിക്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ചാൽ ഇത് ഓവർ മധുരമായി പോകും, കൂടുതൽ വെക്കണ്ട. ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞാൻ അത്ര മിടുക്കിയല്ല കേട്ടോ. എന്നാൽ ചോദിക്കും ബാക്കി പലഹാരമൊക്കെ ഉണ്ടാക്കാൻ മിടുക്കിയാണോ എന്ന്. അല്ല, എന്നാലും ഈ കൊഴുക്കട്ട എനിക്കങ്ങോട്ട് ശരിയാവില്ല.
കാരണം അതെന്താണെന്നറിയത്തില്ല, പൊട്ടിപ്പോവും. എത്ര ഉരുട്ടി വന്നെന്ന് പറഞ്ഞാലും പൊട്ടിപ്പോവും. കണ്ടോ, ഇടയ്ക്കൂടൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും. എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഇഷ്ടം അടയാണേ. അതാകുമ്പോൾ ഇലക്കകത്തോട്ട് വെച്ച് പരത്തി ഇങ്ങെടുത്ത് വെച്ചാൽ മതിയല്ലോ. ഈ കൊഴുക്കട്ടയാകുമ്പം പൊട്ടി പോവും. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കേട്ടോ. ഇഡലി കൂട്ടുകാരില്ലേ, നമ്മുടെ കൊഴുക്കട്ടകളൊക്കെ പെറുക്കി വെച്ച് കൊടുക്കാം. പറച്ചിലൊക്കെ കേട്ടാൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നും. കൊഴുക്കട്ട എല്ലാം പെറുക്കി വെച്ച് കൊടുത്തു കേട്ടോ. 5 കൊഴുക്കട്ടേ ഉള്ളൂ. എന്താ പറയുന്നത്, 5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പ് അകറ്റിയ കർത്താവിൻ്റെ അവസ്ഥയാണ് എൻ്റെ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചു. ഒന്ന് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അത്ര വലിയ കട്ടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാനിട്ട് അരിപ്പൊടി കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ചൊരു ഇതായിട്ട് തോന്നി. നമ്മൾ അരിപ്പൊടി ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ചിട്ടാൽ മതി. അത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല മധുരമായിരുന്നു. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായേ. ഓ, കൈയൊക്കെ കാണിക്കുന്നുണ്ടോ? കുഞ്ഞാവ കാണിക്കുന്നുണ്ടോ കൈ? ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി കേട്ടോ. ഇനിയും കയറി തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഇനിയും കുറച്ച് നേരം ഭജനയൊക്കെ കഴിഞ്ഞ് നടയൊക്കെ അടച്ചു കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.